ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻകറിയാണ്. നല്ല അടിപൊളി മീൻകറിയാണ്. ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ചൂരക്കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ മീൻകറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവയ്ക്കാലോ. മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചൂരയാണ് എടുത്തേക്കുന്നത്. ഇത് മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. എനിക്കിവിടെ കടയിൽ നിന്ന് ഇതുപോലെയാണ് വെട്ടി കിട്ടിയത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 3-4 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയാണ്. ഇതുപോലെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മീൻകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ മൺചട്ടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഉള്ളി വഴണ്ട് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടുപ്പിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ മീൻ കറിക്കൊക്കെ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച മണം മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ വെന്തുടയുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ചൂരക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ കൊച്ചുള്ളിയൊക്കെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പല നാടുകളിലും പല രീതിയിലായിരിക്കും വയ്ക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തിൻ്റെ ഒരു രീതിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1.5 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണിൽ കൂടുതൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ച മണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡറിന് ഒരു പച്ച കുത്തലുണ്ടാകും എപ്പോഴും. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന കൂട്ടത്തിൽ കറിയൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പച്ച കുത്തലുണ്ടാകും. അപ്പോൾ ഇതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ പൊടി ചേർത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമില്ല, നേരത്തെ കുതിരാൻ വെച്ച പുളി, അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചൊഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ ആരും കുടംപുളിയൊന്നും അധികം ചേർക്കാറില്ല കേട്ടോ. കുടംപുളിയെന്നോ പെണംപുളിയെന്നോ ഒക്കെ പറയും. അധികം ആരും ചേർക്കാറില്ല. അപ്പോൾ ഇതുപോലെ വാളംപുളിയിട്ടാണ് എല്ലാ കറികളും വയ്ക്കാറുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും പുളിയും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തേക്കുന്നത്. ഇനി ഓരോന്നായിട്ട് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീനൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയാൽ നമ്മുടെ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യത്തെ 15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണോളം കറി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഗരം മസാല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കൊരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണിത്. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.